പ്രതിരോധിക്കാനാകുമോ എന്നാണ് ചോദ്യം. PV അൻവർ ഉയർത്തിവിട്ടിരിക്കുന്ന ആരോപണ കൊടുങ്കാറ്റിൽ നിലവിൽ ഇടതുമുന്നണിയും CPM-ഉം ആടിയുലഞ്ഞു നിൽക്കുകയാണ് എന്നതാണ് വാസ്തവം. പക്ഷേ എങ്കിലും CPM-ന് അത് പ്രതിരോധിക്കാൻ കഴിയും, പക്ഷെ കുറച്ച് സമയമെടുക്കും എന്ന് മാത്രം. അതിലാദ്യത്തെ പ്രതിരോധം ഇപ്പോൾ തന്നെ വന്നു. അത് അടിയന്തരമായിട്ടുള്ള പ്രതിരോധമാണ്. അത് തീർച്ചയായും മണിക്കൂറുകൾക്ക് മുമ്പ് ഇപ്പോൾ MV ഗോവിന്ദൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, തന്നെ പൂർണ്ണമായും PV അൻവറെ തള്ളുന്ന സൂചന നൽകി കഴിഞ്ഞു. നാളെ ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോ യോഗമാണ്. ആ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ സംസ്ഥാനത്തെ പാർട്ടി സെക്രട്ടറിയും ഒപ്പം തന്നെ പിണറായി വിജയനും തമ്മിൽ നേരിട്ട് കാണുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോ നടക്കുന്നതിനിടയിൽ വെച്ച് അവർ ഈ വിഷയം ആഴത്തിൽ തന്നെ ചർച്ച ചെയ്യും. നാളെ തന്നെ ആ തീരുമാനമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. കാരണം CPM-ന്റെ പാർലമെൻ്ററി പാർട്ടി അംഗമായി ഇനി PV അൻവറിന് തുടരാൻ കഴിയില്ല. അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ, 10 ആരോപണങ്ങളാണ് ഞാൻ എണ്ണി നോക്കിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. 2, ഇതുവരെ പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കാത്ത PV അൻവർ പിണറായി വിജയനെ മാത്രമല്ല പാർട്ടിയെ കൂടി കടന്നാക്രമിച്ചിരിക്കുന്നു, പാർട്ടി നേതൃത്വത്തെ കൂടി കടന്നാക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഒരിക്കലും പൊറുക്കാനോ ഏതെങ്കിലും രീതിയിൽ കണ്ണടയ്ക്കാനോ കഴിയുന്ന കാര്യമല്ല. തീർച്ചയായും ഒരു പാർട്ടി എന്ന നിലയിൽ അതിനെ പ്രതിരോധിച്ചേ മതിയാകൂ. പ്രതിരോധിക്കും. പ്രതിരോധത്തിൻ്റെ ആദ്യ ഭാഗമായിതാ CPM PV അൻവറിനെ പൂർണ്ണമായും തള്ളുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തല്ലോ. അതിൽ അഭ്യർത്ഥനയുടെ രൂപത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്ന് പ്രസ്താവന ഇറക്കിയത്. പാർട്ടിയുടെ ശത്രുക്കൾക്ക് ആയുധമാകുന്ന തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് PV അൻവർ വിട്ടുനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയ അഭ്യർത്ഥനയിൽ പറഞ്ഞിരുന്നത്. അഭ്യർത്ഥനയായിരുന്നു. പക്ഷേ അഭ്യർത്ഥന മാറി. ആ അഭ്യർത്ഥനയുടെ ടോൺ മാറി. ഇന്നിപ്പോൾ നോക്കിക്കോളൂ, MV ഗോവിന്ദ മാഷ് വളരെ കൃത്യമായി പറഞ്ഞു. ഒരു തവണ വാണിംഗ് കൊടുത്തു. അതിനുശേഷം പാർട്ടി കൃത്യമായിട്ട് രേഖാമൂലം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഇത് രണ്ടും നിരസിച്ച PV അൻവർ ഇന്ന് ചെയ്തത് കടന്ന കൈയാണ് എന്ന് CPM-ലെ പാർട്ടി നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യ പ്രതിരോധം PV അൻവർ MLA CPM പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് പുറത്താക്കുക എന്നതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് PV അൻവർ ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഏറ്റവും ഒടുവിൽ പറഞ്ഞത്, ഞാൻ ഇനി CPM-ന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്കില്ല. മാത്രവുമല്ല, ഞാൻ LDF-ൽ ഇരിക്കുമോ എന്ന ചോദ്യത്തിന് LDF-ന്റെയും UDF-ന്റെയും ഇടയിൽ നടുപക്ഷത്തിരിക്കും എന്നാണ് പറഞ്ഞത്. നടുപക്ഷം എന്നൊരു പക്ഷമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് നീതിയും അനീതിയും ഉണ്ടെങ്കിൽ നിങ്ങൾ നീതിക്കൊപ്പം നിൽക്കൂ, അനീതിക്കെതിരായി നിൽക്കൂ എന്നുള്ളതാണ്. അപ്പോൾ നടുപക്ഷത്ത് നിൽക്കുമെന്ന് പറയുന്നു. മറുഭാഗത്ത് UDF-ലേക്കുള്ള വാതിലുകൾ സാവധാനം തുറക്കുന്ന ശബ്ദവും നമുക്ക് കേൾക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാസ്തവം. അപ്പോൾ പെട്ടെന്ന് പ്രതിരോധിക്കാം എന്നുള്ളതാണ്. ഇനി ആരോപണങ്ങളിലേക്ക് എത്തിയാൽ ഞാനിതിൽ 3 തരം ആരോപണങ്ങൾ കാണുന്നു. ഒന്ന്, PV അൻവർ പിണറായി വിജയനെതിരെ ഉന്നയിച്ചിരിക്കുന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. അത് ഒരുപക്ഷെ ഇടതുമുന്നണിയുടെ പാളയത്തിൽ നിന്ന് ഇന്നേ വരെ പിണറായി വിജയൻ കേൾക്കാത്ത ആരോപണങ്ങളാണ്. രണ്ടാമത്തത്, പാർട്ടിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് വളരെ ഗൗരവമാർന്ന വിഷയം അതാണ്. മൂന്നാമത്തത്, സംസ്ഥാനത്ത് പ്രതിപക്ഷമടക്കമുള്ള പാർട്ടി നേതാക്കൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുണ്ട്. അത് കുറച്ചുകൂടി വിശാലവും കുറച്ചുകൂടി ഗൗരവമാർന്നതുമായ വിഷയമാണ്. ഇന്ന് സംസ്ഥാനം നേരിടുന്ന, ഞാൻ ആ മൂന്നാമത്തതിൽ നിന്ന് തുടങ്ങാം. ഇന്ന് സംസ്ഥാനം നേരിടുന്ന ഏറ്റവും ഭയാനകമായ അവസ്ഥ എന്താണെന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിട്ട് PV അൻവർ പറയുന്നത്, ഭരണപക്ഷത്തിലും പ്രതിപക്ഷത്തിലും എന്ന് വേണ്ട കേരളത്തിലുള്ള മുഴുവൻ പാർട്ടി നേതാക്കളും തമ്മിൽ ഒരു നെക്സസ് ഉണ്ട് എന്നാണ്. ഒരു പവർ ഗ്രൂപ്പ്, നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്ന പോലെ ഒരു പവർ ഗ്രൂപ്പ് രാഷ്ട്രീയ നേതൃത്വത്തിനിടയിൽ ഉണ്ട് എന്നാണ്. പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്ന, തങ്ങളുടെ ആവശ്യങ്ങൾ സാധ്യമാക്കിയെടുക്കാൻ, അത് നടത്തിയെടുക്കാൻ മാത്രമായി പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു വലിയ പവർ നെക്സസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതിന് പല എക്സാമ്പിൾസ് അദ്ദേഹം നേരിട്ട് പറയുന്നില്ലെങ്കിൽ കൂടി PK കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിൽ മറ്റു നേതാക്കൾക്കെതിരെ ആരോപണം വരുന്ന ഘട്ടങ്ങളിൽ ഈ പാർട്ടി എടുക്കുന്ന നിലപാടിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ BJP ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെയാണ് BJP ബാന്ധവത്തിൻ്റെ കാര്യത്തിൽ പൂരം കലക്കിയതാര് എന്ന ചോദ്യത്തിന് ഇന്നേ വരെ ADGP അജിത് കുമാറിലും പൊളിറ്റിക്കൽ സെക്രട്ടറിയിലും നിന്ന PV അൻവർ നേരെ മുഖ്യമന്ത്രിയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. മുഖ്യമന്ത്രി എങ്ങനെയാണോ തന്നെ കള്ളക്കടത്തുകാരൻ എന്നൊരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി മാധ്യമങ്ങൾക്കൊരു ചോദ്യം ഇട്ട് കൊടുത്തത്, അതേ ശൈലിയിൽ PV തിരിച്ചടിച്ചിരിക്കുകയാണ്. അത് നിങ്ങൾ ആലോചിച്ചോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂരം കലക്കിയത് കേന്ദ്രത്തിൻ്റെ ആനുകൂല്യങ്ങൾ വേണ്ടുന്ന ഒരാളാണ് ADGP കൊണ്ടത് ചെയ്യിപ്പിച്ചത്. അത് അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറയുമ്പോൾ, അപ്പോൾ സംസ്ഥാനത്ത് രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു നെക്സസ് ഉണ്ട്
എന്നുള്ള ഒരാരോപണം ഒരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടാമത്തത് പാർട്ടിക്കെതിരെയുള്ള ആരോപണം, വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പാർട്ടി ലൈൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം ആ വാക്ക് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പാർട്ടി ലൈൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിമർശിക്കുന്നത് പാർട്ടിക്കുള്ളിൽ ഒരു ഏകാധിപത്യമുണ്ടെന്നും ആ ഏകാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമല്ല, പിണറായി വിജയൻ്റെ മരുമകനെ കൂടി അദ്ദേഹം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇവിടെ അദ്ദേഹം ഒരു അടിസ്ഥാനമായൊരു കോൺഗ്രസ്സുകാരനായി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം CPM-ൻ്റെ പാർട്ടി ലൈൻ പാവപ്പെട്ടവർക്കും നിരാലംബരായ മനുഷ്യർക്കും വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അല്ല എന്നുള്ളത് PV അൻവറിന് ഒരു പക്ഷേ മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ആ പാർട്ടി ഒരു ഘടനാ സംവിധാനത്തിനുള്ളിൽ നിൽക്കുന്ന മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ വർഗ്ഗസമരം എന്നുള്ളൊരു ആശയമുണ്ട്. ആ സമരത്തിൻ്റെ ആശയത്തിൽ നിന്നാണ് ആ പാർട്ടിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ ഇതിനുമപ്പുറം അദ്ദേഹം അതിനെ ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായി കണ്ട് നീതി മാത്രം എപ്പോഴും വിതരണം ചെയ്യുന്നൊരു പാർട്ടിയായി മാത്രം അദ്ദേഹം വിതരണം ചെയ്യുന്നു. പക്ഷേ നീതിക്കൊപ്പം അടിസ്ഥാനമായിട്ടുള്ള പ്രത്യയശാസ്ത്രബന്ധിതമായിട്ടുള്ളൊരു ഘടനയുണ്ടെന്നും ആ ഘടനയുടെ അടിസ്ഥാനത്തിൽ ആ പാർട്ടിക്ക് ചില പോളിസികളുണ്ട് എന്നുള്ള കാര്യം PV അൻവർ ഒരുപക്ഷെ വിസ്മരിച്ചതാവാം. അതുകൊണ്ട് പാർട്ടിയെ അദ്ദേഹം വിമർശിക്കുമ്പോൾ പാർട്ടി ചില നേതാക്കളുടെ പിടിയിലാണെന്നും നേതാക്കൾ കൂച്ചുവിലങ്ങിൽ നിൽക്കുന്ന മനുഷ്യരാണെന്നും ഒക്കെയാണ് പിണറായി വിജയനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് PV അൻവർ പറയുന്നത്. അതുകൊണ്ട് പിണറായി വിജയനെതിരെ ശബ്ദിക്കുന്നവരില്ല എന്ന് പറയുന്നു. ഒരു പരിധിവരെ PV അൻവർ ചൂണ്ടിക്കാട്ടുന്നതിൽ വാസ്തവമുണ്ട്. കാരണം നമ്മൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തപ്പോൾ അന്നത്തെ രക്ഷാപ്രവർത്തന വിവാദം ഉണ്ടാവുമ്പോൾ പാർട്ടിക്കുള്ളിൽ പോലും പലരും ആ പ്രയോഗം തെറ്റാണെന്ന് തിരുത്തിയില്ല. അത് മുഖ്യമന്ത്രി ആവർത്തിച്ചു. ഈ തിരഞ്ഞെടുപ്പിൽ നേരിട്ട് ഏറ്റവും വലിയ തിരിച്ചടി പോലും ആ രക്ഷാപ്രവർത്തനം എന്നുള്ളൊരു കൊട്ടേഷനായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് അങ്ങനെയല്ല. പാർട്ടി തിരുത്തണമെന്ന അഭിപ്രായം പിണറായി തിരുത്തണമെന്നുള്ള അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ഉണ്ടായി. അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു? തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അവലോകന യോഗത്തിൽ പാർട്ടി വളരെ കൃത്യമായ നിലപാടെടുക്കുകയും ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ തന്നെ ഭരണ സംവിധാനത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഒറ്റയാൻ നയിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഏകഛത്രാധിപതി നയിക്കുന്ന അടിമക്കൂട്ടങ്ങളുടെ ഒരു സംഘടനയല്ല പാർട്ടി എന്നുള്ളത് തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി നടപ്പിൽ വരുത്താൻ ശ്രമിച്ച പരിഷ്കാരങ്ങളിലൂടെ ബോധ്യമായതാണ്. അതൊരു പക്ഷേ പിണറായി വിജയൻ്റെ കാര്യത്തിലോ പാർട്ടിയുടെ കാര്യത്തിലോ PV അൻവറിന് സംഭവിച്ച ഒരു പിഴവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് ഒരു സാധാരണ കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ PV അൻവർ ഉന്നയിച്ച ആരോപണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇനി മൂന്നാമത്തേത് പിണറായി വിജയനെതിരെ വ്യക്തിപരമായിട്ട് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങളിൽ പലരും അദ്ദേഹം തന്നെ തള്ളാൻ ശ്രമിക്കുന്ന, അദ്ദേഹം തന്നെ ആർക്കെതിരെയാണോ ക്രിമിനൽ കുറ്റം ചാർത്തണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഓൺലൈൻ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിണറായി വിജയനെതിരെ അതേ വാചകങ്ങൾ പോലുമാണ് PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. മുഹമ്മദ് റിയാസിനെതിരെയുള്ള ആരോപണം അത് ആ ഓൺലൈൻ മഞ്ഞ ഓൺലൈൻ എന്ന് പറഞ്ഞ് PV അൻവർ പലതവണ കളിയാക്കിയ ആ ഓൺലൈൻ മാധ്യമത്തിൽ തന്നെ വന്നിരിക്കുന്ന വാർത്തകളുണ്ട്. ഇത് മുഹമ്മദ് റിയാസിന് വേണ്ടിയാണ് പിണറായി വിജയൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ റിയാസിൻ്റെ പേരിൽ ആ ഓൺലൈൻ ചാനൽ തന്നെ പുറത്തുവിട്ട വാർത്തകളെ ആധാരമാക്കിക്കൊണ്ട് അദ്ദേഹം പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആവേശവും ക്രോധവും അദ്ദേഹത്തിൻ്റെ ഒരു സമതുലിതമായ ഒരു ബാലൻസിങ്ങിനെ നഷ്ടപ്പെടുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊന്ന് മുഹമ്മദ് റിയാസിൻ്റെ കാര്യം. അതാണ് എക്സാമ്പിൾ. ഇവിടെ മുഹമ്മദ് റിയാസിൻ്റെ പേര് പറയേണ്ട ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം മുഹമ്മദ് റിയാസ് ഈ വിഷയത്തിൽ വളരെ പക്വമായ പ്രതികരണമാണ് നടത്തിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാവും എന്ന നിലപാടാണ്. പാർട്ടി ലൈനിൽ നിന്നൊരു പടി പോലും മുഹമ്മദ് റിയാസ് കടന്ന് സംസാരിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അവിടെ പിണറായി വിജയനെതിരെ മുഹമ്മദ് റിയാസിൻ്റെ പേര് കൂട്ടിച്ചേർത്തത് അത് ആ ഓൺലൈനിൻ്റെ ഒരു മഞ്ഞപ്പത്ര യുക്തിയാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് വീണ്ടും അദ്ദേഹം തൃശ്ശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാനാണോ എന്ന് സംശയം ജനിപ്പിക്കുന്ന പോലെ ഒരു ഭാഗം ഇട്ടിട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വ്യക്തിവൈരാഗ്യത്തിന് ഒരു ഈഗോയുടെ പ്രശ്നം അവിടെയുണ്ട്. താൻ കള്ളക്കടത്തുകാരനാണ് എന്ന ധ്വനി പിണറായി വിജയൻ നൽകുമ്പോൾ അതിനുള്ള മറുപടി എന്ന നിലയിലാണ് PV അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതും വസ്തുതയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യമായിരുന്നില്ല. മൂന്നാമത്തത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ADGP അടക്കമുള്ളവരെ കള്ളക്കടത്തിൻ്റെ കാര്യം ഈ പിണറായി വിജയൻ അറിയാമായിരുന്നില്ലേ എന്ന ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. ഇതും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്ന ചോദ്യമല്ല. നാലാമത്തത് ഈ ബാന്ധവങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ P ശശിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതിന് മുൻപ് എന്നെ വഞ്ചിച്ചു, എന്നെ ചതിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയുമായി അദ്ദേഹം കൂടുതൽ വിശ്വാസം അർപ്പിച്ചിരുന്നു, എന്നെ ചതിക്കുകയാണ് ചെയ്തത്, ആ അർത്ഥത്തിൽ അദ്ദേഹം ഒരു ചതിയനാണ് എന്ന് പറയുന്നു, വിശ്വാസവഞ്ചന നടത്തിയ ആളാണെന്ന് പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താ സംഭവിച്ചു പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ PV അൻവറിനെതിരെ പ്രശ്നമുണ്ടാക്കിയത്. പിണറായി വിജയനെ ആണെങ്കിൽ തിരിച്ചല്ലേ പറയേണ്ടത്.
പിണറായി വിജയൻ്റെ അവസാനത്തെ കാലഘട്ടമാണ്. ഇനി പിണറായി വിജയൻ തിരഞ്ഞെടുക്കപ്പെടില്ല. പക്ഷെ പറഞ്ഞത് എന്താ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് അത് നേരെ തിരിഞ്ഞുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു കൂട്ടം ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ വസ്തുതകളില്ലാതെ അദ്ദേഹം ഉന്നയിക്കുമ്പോഴും വസ്തുതയാർന്ന രണ്ട് പ്രശ്നങ്ങൾ അവിടെ നിൽപ്പുണ്ട്. അതും കൂടി പറഞ്ഞിട്ട് പോകണം. അതിലൊന്ന് ഈ RSS BJP ബന്ധമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സംഭവിച്ച ജാഗ്രത കുറവ് അത് തീർച്ചയായും വലിയ രാഷ്ട്രീയ വിഷയമായി നിൽക്കുന്നുണ്ട്. അത് ചർച്ച ചെയ്യുക എന്നതാണ് പാർട്ടി ഇതിനകത്ത് എടുക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായി ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതും ഈ വിഷയമായിരിക്കും. ഇന്നിപ്പോൾ അതിൻ്റെ ചില ചെറുചലനങ്ങൾ ആരംഭിച്ചു. ഹോം സെക്രട്ടറി ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. ഒരു തുടരന്വേഷണം ആ വിഷയത്തിൽ വരും. അതുമാത്രമാണ് അതിന് മുന്നിലുള്ള സാധ്യത. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഗവർണർ കൊടുത്തിരുന്ന കത്തിനെക്കുറിച്ച് പറഞ്ഞു. അവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ, PV അൻവറിനെതിരെ അന്വേഷണം വരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ PV അൻവർ കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഫോൺ ചോർത്തിയ പോലീസിനെതിരെയുള്ള അന്വേഷണമാണ് എന്നാണ് PV അൻവർ പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട്. അതൊരു ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ സ്ട്രാറ്റജി ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വ്യക്തിപരമായ 10ഓളം വിമർശനങ്ങളിൽ 5ഓളം വിമർശനങ്ങൾ ഒരു വസ്തുതയുമില്ലാത്ത വെറും മഞ്ഞപ്പത്രത്തിൻ്റെ ലോജിക്കോടു കൂടിയുള്ള വിമർശനങ്ങളാണ്. അതേസമയം വസ്തുതാപരമായ വിമർശനങ്ങൾ കൂടി അതിൽ ഉൾച്ചേർന്നിരിപ്പുണ്ട്. അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പാർട്ടിക്കെതിരെ അദ്ദേഹം നടത്തിയ ആരോപണങ്ങൾ ഒരു ശരാശരി കോൺഗ്രസുകാരൻ്റെ നിലവാരത്തിൽ മാത്രമുള്ള ആരോപണങ്ങളാണ്. ഇനി മൂന്നാമത്തത്, അദ്ദേഹം മറ്റു ചില പ്രസ്താവനകൾ കൂടി സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ചില നെക്സസും ചില മാഫിയ പ്രവർത്തനങ്ങളും ഉണ്ട് എന്ന് അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നു. അതിന് വസ്തുത എന്താണെന്ന് നമുക്കറിയില്ല. ഇതെല്ലാം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ചൊക്കെ അദ്ദേഹം ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഈ ഘട്ടത്തിൽ എന്തിനാണ് സൂചിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അതൊക്കെ പണ്ടൊക്കെ എത്രയോ ആളുകൾ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. വിളിച്ചു അവിടെ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. ഇതിപ്പോൾ വിളിച്ചു പറയുന്നല്ലോ. ഇതൊക്കെ നമ്മൾ എങ്ങനെ വിശ്വസിക്കുക? സ്വാഭാവികമായും ഒരാൾ വിളിച്ചു പറയുന്നു ഈ സമയത്ത്. ഇതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയങ്ങളല്ലേ. ഇതൊക്കെ പിണറായി വിജയനെതിരെയുള്ള ആയുധങ്ങളുടെ ഒരു ശേഖരം നമ്മളൊന്ന് തപ്പി നോക്കിയാൽ കുറേ ആവനാഴിയിൽ തുരുമ്പെടുത്തിരിക്കുന്ന ആയുധങ്ങളുണ്ട്. അത്തരം ആയുധങ്ങളിൽ ഒന്നാണ് അത് പ്രയോഗിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് PV ചെയ്തതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് അദ്ദേഹം ഇതാ CPMൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോകുന്നു. CPMൻ്റെ നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെടും. അദ്ദേഹം LDFൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും PV അൻവറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ഒറ്റ വാചകം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഈഗോയും ക്രോധവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരുവർക്കും ആത്മനിയന്ത്രണം വിമർശനങ്ങളിൽ നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു MLA കടത്തുകാരൻ്റെ ഭാഗമാണ് എന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലൊരു ചോദ്യം മുഖ്യമന്ത്രി എറിഞ്ഞു കൊടുക്കില്ലായിരുന്നു. അത് വലിയ ഡാമേജാണ് ഉണ്ടാക്കിയത്. അതിൽ നിന്നാണ് തൃശ്ശൂരിൽ വീണ്ടും പറഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ PV അൻവറിനെ പ്രകോപിപ്പിച്ചത്. അത് മുഖ്യമന്ത്രിക്ക് ഒഴിവാക്കാമായിരുന്നു. മറിച്ച് PV അൻവർ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമ്പോൾ PV അൻവറിൻ്റെ ക്രെഡിബിലിറ്റിയും ഷേക്കാവുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല ആ പാർട്ടിയുടെ സംഘടനാ രീതിക്ക് ചേർന്നൊരു രീതിയല്ല. അതുകൊണ്ട് പാർട്ടിക്ക് അത് തള്ളിപ്പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഉയർത്തിയ ആരോപണങ്ങൾ MN വിജയൻ മാഷ് പറഞ്ഞതുപോലെ ക്ലാസ് മുറിയിൽ നിന്ന് കുട്ടിയെ നിങ്ങൾ പുറത്താക്കിയാലും ആ കുട്ടി ചോദിച്ച ചോദ്യങ്ങൾ ക്ലാസ് മുറിയിൽ അവശേഷിക്കുക തന്നെ ചെയ്യും. ചുരുങ്ങിയത് 2 ചോദ്യങ്ങൾ അവശേഷിക്കും. പൂർവ്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് സംഭവിച്ച പരാജയം, 2 ADGPയുടെ RSS കൂടിക്കാഴ്ച, രണ്ടും വലിയ രാഷ്ട്രീയ വിഷയമാണ്. അതാകട്ടെ മലപ്പുറത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ന്യൂനപക്ഷ പിന്തുണ നഷ്ടപ്പെടുത്താൻ പര്യാപ്തവുമാണ് എന്നതാണ് എൻ്റെ ടേക്ക്. അപ്പോൾ പ്രതിരോധിക്കാൻ സാധിക്കും. പാർട്ടി തീർച്ചയായിട്ടും ഈ വിഷയം പ്രതിരോധിക്കുമെന്നാണ് എൻ്റെ പക്ഷം. Meet the editors.